അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ശരീരത്തിൽ മുഴുവൻ വ്രണങ്ങളുണ്ടായ ഒരു നായയെ പരിചരിച്ച കഥ നിങ്ങൾക്കറിയുമോ? നമുക്ക് ആ കഥ പറയാം. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ കുഷ്ഠരോഗം പിടിച്ച് ശരീരത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ മുഴുവൻ വലിയ വലിയ വ്രണങ്ങളുള്ള, നീരൊലിക്കുന്ന, പുഴുക്കളരിക്കുന്ന, വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു നായയുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ആ നായയെ കണ്ടാൽ കല്ലെടുത്തെറിഞ്ഞാട്ടും. ഇത് കണ്ട മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആ നായയും കൊണ്ട് ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയി. അവിടെ പോയിട്ട് ഒരു തമ്പടിച്ച് ഒരു ചെറിയ കുടിലുണ്ടാക്കി. ആ കുടിലിൽ 40 ദിവസം ആ നായക്ക് ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു. ആ നായയുടെ ശരീരത്തിലുള്ള വ്രണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് രോഗമൊക്കെ മാറിയപ്പോൾ ആ നായയും കൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സൂഫി വര്യനാണ്, വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ തിരിച്ചു നാട്ടിലേക്ക് ഈ നായയും കൊണ്ട് വന്നപ്പോൾ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത് ചെയ്തത്? വലിയ തിരക്കുകളുള്ള, വലിയ ദർസ് നടത്തിയിരുന്ന വലിയ സൂഫി വര്യനായ അങ്ങ് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ശിഷ്യന്മാർ അവരോട് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നാളെ എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കും, നീ എന്തുകൊണ്ട് ആ നായയോട് കാരുണ്യം ചെയ്തില്ല എന്ന്. അത് പേടിച്ചിട്ടാണ് ഞാൻ ആ നായക്ക് കാരുണ്യം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിൽ. സമാനമായ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പാവപ്പെട്ട ജീവികൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ അതേ ജീവികളെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്ന എത്രയോ ചരിത്രങ്ങൾ കേട്ടവരാണ് നമ്മൾ. നാം എല്ലാവരോടും കരുണ കാണിക്കണം, കരുണയുള്ളവരായി മാറണം. പ്രത്യേകിച്ച് നമ്മുടെ സഹജീവികളോട്, അയൽവാസികളോട്, കുടുംബക്കാരോട്, എല്ലാവരോടും. അല്ലാഹു നമുക്ക് വലിയ കാരുണ്യം നൽകട്ടെ. നമുക്ക് ജനങ്ങളോടും കരുണ കാണിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.